വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി സേവാഭാരതി. ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായി എത്തുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി 50-ലേറെ സേവാഭാരതി പ്രവർത്തകരാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തും മുണ്ടേരിയിലുമായി സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ളത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നിരവധി ആംബുലൻസുകളും സേവാഭാരതി ഒരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കും വരെ സേവാഭാരതിയുടെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് സംഘത്തിന്റെ ജില്ലാ സേവാ പ്രമുഖ് വിനോദ് പറഞ്ഞു. നമ്മൾ 3 ദിവസം മുൻപ് കണ്ടത് കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു മഹാദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഇതറിഞ്ഞ സമയത്ത് തന്നെ പോത്തുകല്ല് ഭാഗത്ത് വയനാട്ടിൽ നിന്നും ഒലിച്ചു വന്ന ശവശരീരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ പോത്തുകല്ല് പോവുകയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ സംവിധാനത്തോട് ഒത്തുചേർന്നുകൊണ്ട് അത് ഈ നിമിഷം വരെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്ന് വൈകുന്നേരമാണ് വയനാട്ടിൽ നിന്നും നമുക്ക് അറിയിപ്പ് കിട്ടുന്നത്. അവിടെ കിട്ടുന്ന ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ചിതാഗ്നിയുടെ സേവനം വേണമെന്ന് പറഞ്ഞപ്പോൾ 7 പേരടങ്ങുന്ന 4 ബാച്ച് ഇന്നും ഇതുവരെയും അവിടുത്തെ ശവശരീരങ്ങൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ ഫ്രീസർ വെച്ച സംവിധാനം ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. ആ സമയത്ത് എത്ര ശവശരീരങ്ങളാണ് വരുന്നതെന്നുള്ളത് ആർക്കും തിട്ടപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യം സംജാതമായപ്പോൾ നമ്മുടെ പ്രവർത്തകർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കണ്ണൂരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സേവാഭാരതിയുടെ ആംബുലൻസ് വിളിച്ചു വന്നു. അങ്ങനെ 20ഓളം സേവാഭാരതിയുടെ ആംബുലൻസ് ഫ്രീസറോട് സംവിധാനത്തോടു കൂടി നമ്മുടെ ഇവിടുത്തെ സേവനം അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10ഓളം ഫ്രീസർ സർവീസുള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും 10 ഫ്രീസർ സർവീസുള്ള ആംബുലൻസ് നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരന്തം നടന്ന് ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശവശരീരങ്ങൾ, നമ്മുടെ സഹോദരന്മാരുടെ സഹശരീരങ്ങൾ വരുന്ന സമയത്ത് അത് സ്വീകരിക്കാനും അതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് 5 പ്രവർത്തകരെ അവിടെ അനിവാര്യമായി വന്ന സമയത്ത് 5 പ്രവർത്തകർ അതിൻ്റെ അവസാനം വരെ അവിടെ പങ്കുചേരുകയും അതുപോലെ തന്നെ പേവാർഡിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ബാക്കി ക്രിയകൾ ചെയ്യുന്നതിനും അതിൻ്റെ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു 15ഓളം പ്രവർത്തകർ ഈ നിമിഷം വരെ നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭാ കൗൺസിലർ MK വിജയനാരായണൻ, BJP നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ എന്നിവരും സേവാഭാരതി അംഗങ്ങൾക്കൊപ്പം സജീവമായി രംഗത്തുണ്ട്. A+ വിഷൻ ന്യൂസ്, നിലമ്പൂർ.